ഇറാന് ഇസ്രായേലിന്റെ അതിമാരകമായ ഭീഷണി. ആണവായുധ പരീക്ഷണങ്ങൾ പൂർണ്ണമായും ഇറാൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ അധികം വൈകാതെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്കും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളിലേക്കും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുമെന്നുള്ള വമ്പൻ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാന് നൽകിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഒരു അന്തർദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇറാന് അതിരൂക്ഷമായ മുന്നറിയിപ്പ് ഇപ്പോൾ ഇസ്രായേൽ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ഇറാൻ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട് തങ്ങളുടെ ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ സാഹചര്യത്തിൽ തൊട്ടടുത്തുള്ള രാജ്യങ്ങൾ എന്ന നിലയ്ക്ക് തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾക്കുണ്ട്. ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ, ഇറാന്റെ കയ്യിൽ ആണവായുധമുണ്ടായാൽ അത് ഇസ്രായേലിന് മാത്രമല്ല, അമേരിക്കയ്ക്ക് മാത്രമല്ല, ലോകരാജ്യങ്ങൾക്കെല്ലാം തന്നെ വലിയ ഭീഷണിയാകും. ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് അത് ലഭിച്ചാൽ അത് മനുഷ്യരാശിക്ക് തന്നെ വലിയ തലവേദന സൃഷ്ടിക്കും. ഈ സാഹചര്യത്തിൽ ഇറാനെ ആണവ പരീക്ഷണങ്ങളിൽ നിന്നും ഇറാനെ ആണവായുധ നിർമ്മാണത്തിൽ നിന്നും പിന്തിരിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾക്കുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റുക തന്നെ ചെയ്യുമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അമേരിക്കയുമായി ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇറാനെതിരെയുള്ള ആക്രമണത്തിന്റെ പദ്ധതികൾ ഏറെക്കുറെ ചർച്ച ചെയ്തു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങളടക്കം പുറത്തുവിടുന്നത്. പുതുവർഷം പിറക്കുന്നതിന് പിന്നാലെ ഏത് നിമിഷം വേണമെങ്കിലും ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക്, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. നേരത്തെ ഫെബ്രുവരി മാസത്തിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് സംയുക്തമായി ഇറാനിലെ നദാൻസ് അടക്കമുള്ള ആണവ നിർമ്മാണ കേന്ദ്രങ്ങളിലേക്ക്, ആണവ പ്ലാന്റുകളിലേക്ക്, ആണവ ഊർജ സ്രോതസ്സുകളിലേക്ക് ആക്രമണം നടത്തുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഫ്ലോറിഡയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള നിർണായകമായ കൂടിക്കാഴ്ച നടന്നത്. ഈ കൂടിക്കാഴ്ചയിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം മറ്റൊന്നുമായിരുന്നില്ല, ഇറാനിലേക്കുള്ള ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണം തന്നെയായിരുന്നു. നമുക്കറിയാം, 2025 ജൂൺ മാസത്തിൽ, ഈ വർഷം ജൂൺ മാസത്തിൽ ഇറാനിലേക്ക് 12 ദിവസം നീണ്ടുനിന്ന ഒരാക്രമണം ഇസ്രായേൽ നടത്തിയിരുന്നു. ആ ആക്രമണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മറ്റൊന്നുമായിരുന്നില്ല, ഇറാന്റെ ആണവ പരീക്ഷണങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുക, ഇറാന്റെ ആണവ പദ്ധതികളെ തകിടം മറിക്കുക, ഇറാന്റെ ആണവായുധ നിർമ്മാണ സാമഗ്രികളെ തകിടം മറിക്കുക, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ സംവിധാനങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുക. ഇതായിരുന്നു ഈ ആക്രമണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആക്രമണത്തിൽ ഏറെക്കുറെ ആ ലക്ഷ്യം ഇസ്രായേൽ കൈവരിക്കുകയും ചെയ്തിരുന്നു. ഇറാന്റെ ആണവായുധ കേന്ദ്രങ്ങളെയും ഇറാന്റെ ആണവ പരീക്ഷണശാലകളെയും തന്നെ വൻതോതിൽ ആക്രമിച്ച് നശിപ്പിച്ചു. ഒപ്പം തന്നെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ രൂക്ഷമായ ആക്രമണം നടത്തി. എന്നാൽ ഈ ആക്രമണത്തിന് പിന്നാലെ കഴിഞ്ഞ 1-2 മാസക്കാലമായി അസാധാരണമായി ചില നടപടിക്രമങ്ങളാണ് ഇറാനിൽ അരങ്ങേറുന്നത് എന്ന് ഇസ്രായേൽ കൃത്യമായി മനസ്സിലാക്കി. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സാറ്റലൈറ്റ് ഒപ്പിയെടുത്ത ചില ചിത്രങ്ങൾ, അത് ചില നിർണായകമായ നീക്കങ്ങൾ ഇറാൻ നടത്തുന്നതിൻ്റെ സൂചനകളായിരുന്നു. ഇറാന്റെ ആണവശാലകളിൽ ചില വാഹനങ്ങൾ പോവുകയും ചില അസംസ്കൃത വസ്തുക്കൾ അവിടത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ള സൂചനകളും ഈ ദൃശ്യങ്ങളിലൂടെ ലഭിച്ചു. ഇതുകൂടാതെ ഇറാൻ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണം ദ്രുതഗതിയിൽ ആരംഭിച്ചുവെന്നും വർഷത്തിൽ 3500ഓളം ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയിലേക്ക് ഇറാൻ എത്തിയെന്നും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. കാരണം ഇറാൻ ഇനിയും ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കുകയും ആണവ ആയുധ നിർമ്മാണം സാധ്യമാക്കുകയും ചെയ്താൽ അത് ഏറ്റവും അധികം ബാധിക്കുക ഇസ്രായേലിനെയാണെന്ന് മറ്റാരെക്കാളും ഇസ്രായേലിനറിയാം. അതുകൊണ്ട് തന്നെ മുളയിലെ നുള്ളുക, ഇറാനെ ഈ അവസരത്തിൽ തന്നെ ആക്രമിച്ചില്ലാതാക്കുക, ഇറാനെ ഇനിയും മുന്നോട്ട് പോകാൻ അനുവദിച്ചാൽ അത് ഭാവിയിൽ വലിയ തിരിച്ചടികൾ ഉണ്ടാക്കുമെന്ന് ഇസ്രായേലിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ ഇറാനെ എത്രയും വേഗം ആക്രമിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ എത്തിച്ചേർന്നു. ഇതിന് അമേരിക്കയുടെ പിന്തുണ ആവശ്യമാണ്.
ആ അമേരിക്കയുടെ പിന്തുണ തേടിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ സന്ദർശനത്തിലൂടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയത്. ഇത് ഏറെക്കുറെ വിജയിച്ചു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അമേരിക്ക സ്വന്തം നിലയിലല്ലെങ്കിൽ ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. സ്വന്തം നിലയ്ക്ക് പുതിയ ആണവായുധങ്ങൾ ഇറാൻ പരീക്ഷിച്ചു എന്നുള്ള വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇറാനിലേക്കുള്ള ആക്രമണത്തിന് ഇസ്രായേൽ കൂടുതൽ ത്വരിതപ്പെടുത്തൽ നടത്തിയത്. മറ്റൊന്നുമല്ല, ഏറ്റവും ആധുനികമായ 4ാം തലമുറ ഫ്യൂഷൻ ആണവായുധങ്ങൾ അത് ഇറാൻ പരീക്ഷിക്കുകയും നിർമ്മിക്കുകയും ചെയ്തു എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പ്ലൂട്ടോണിയമോ യുറേനിയമോ ആവശ്യമില്ലാത്ത 4ാം തലമുറ ആണവായുധങ്ങളാണ് ഫ്യൂഷൻ ആണവായുധങ്ങൾ. പരിമിതമായ സ്ഥലത്ത് മാത്രം സ്ഫോടനം നടത്തുകയും തങ്ങളുടെ ആക്രമണം വേഗത്തിലാക്കുകയും ചെയ്യുന്നത് ഫ്യൂഷൻ ആണവായുധങ്ങളുടെ പ്രത്യേകതയാണ്. ഈ ആണവായുധങ്ങളുടെ വൻ നിര തന്നെ ഇറാൻ നിർമ്മിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് നേരത്തെ പുറത്തു വന്നത്. ഈ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇസ്രായേലിൻ്റെ ആക്രമണ പദ്ധതിക്ക് ഇസ്രായേൽ തുടക്കമിട്ടത്. ഇപ്പോൾ ഇതാ പുതുവർഷത്തിൽ 2026 പിറന്ന് അധികം ആകുന്നതിന് മുൻപ് തന്നെ ഇറാനിലേക്ക് ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും. എന്നാൽ ഇസ്രായേലിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ ഇസ്രായേലിനെയും അമേരിക്കയും ഒരേപോലെ തിരിച്ചടിക്കുമെന്നാണ് ഇപ്പോൾ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി മറുപടി പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ ഒരു വലിയ ഭീഷണി ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരെ മുഴക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ആയത്തുള്ള അലി ഖമേനിയുടെ മറുപടി ഉണ്ടായിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലോ അമേരിക്കയോ ശ്രമിച്ചാൽ തിരിച്ചടി ഭയാനകമായിരിക്കുമെന്നും ആണവായുധം ഉപയോഗിക്കുന്നതിൽ പോലും ഇറാൻ മടിക്കില്ലെന്നുമാണ് ആയത്തുള്ള അലി ഖമേനിയുടെ ഇപ്പോഴത്തെ പ്രതികരണം. എന്തായാലും നിലവിൽ കലുഷിതമായ അവസ്ഥയിലൂടെയാണ് ഇറാൻ കടന്നു പോകുന്നത്. ഇറാനിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമായിരിക്കുന്നു. കലാപത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് ഇറാനിലെ തെരുവോരങ്ങൾ എത്തിയിരിക്കുന്നു. ആയത്തുള്ള അലി ഖമേനിയുടെയും മസൂദ് പെഷസ്കിയാൻ്റെയും രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മസൂദ് പെഷസ്കിയാനും ആയത്തുള്ള അലി ഖമേനിയും രാജ്യം വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വലിയ പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ ഇറാനിൽ അരങ്ങേറുന്നത്. മുഴുപട്ടിണിയിലേക്ക് ഇറാൻ എന്ന രാജ്യം കൂപ്പുകുത്തുകയാണ്. പണപ്പെരുപ്പവും വിലവർധനവും കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു ജനങ്ങൾ. കടകമ്പോളങ്ങൾ അടച്ചിട്ട് വ്യാപാരികൾ പ്രതിഷേധിക്കുകയാണ്. ഇതിനെല്ലാം പിന്നിൽ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദാണെന്നും മൊസാദിൻ്റെ സമ്മർദ്ദ ഫലമായിട്ടാണ് വലിയ തെരുവ് കലാപങ്ങൾ ഇറാനിൽ അരങ്ങേറുന്നതെന്നുമാണ് ഇപ്പോൾ ഇറാൻ ആരോപിക്കുന്നത്. എന്തായാലും ശരി തന്നെ, നിലവിലെ അവസ്ഥയിൽ ഇറാനിലേക്ക് ഒരു യുദ്ധം കൂടി ഉണ്ടായാൽ അത് ഇറാൻ എന്ന രാജ്യം തന്നെ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകാൻ കാരണമാകും. ഇറാൻ എന്നേക്കുമായി തകർന്ന് തരിപ്പണമാകുമെന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെന്നെത്തിച്ചിരിക്കുന്നത്. കടകമ്പോളങ്ങൾ അടച്ചിട്ട് വ്യാപാരികൾ പ്രതിഷേധിക്കുകയാണ്. ഇതിനെല്ലാം പിന്നിൽ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദാണെന്നും മൊസാദിൻ്റെ സമ്മർദ്ദ ഫലമായിട്ടാണ് വലിയ തെരുവ് കലാപങ്ങൾ ഇറാനിൽ അരങ്ങേറുന്നതെന്നുമാണ് ഇപ്പോൾ ഇറാൻ ആരോപിക്കുന്നത്. എന്തായാലും ശരി തന്നെ, നിലവിലെ അവസ്ഥയിൽ ഇറാനിലേക്ക് ഒരു യുദ്ധം കൂടി ഉണ്ടായാൽ അത് ഇറാൻ എന്ന രാജ്യം തന്നെ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകാൻ കാരണമാകും. ഇറാൻ എന്നേക്കുമായി തകർന്ന് തരിപ്പണമാകുമെന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെന്നെത്തിച്ചിരിക്കുന്നത്.